കേരളത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചാനലുകളിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി റിയാലിറ്റി ഷോകൾ നടക്കാറുണ്ട്. കുറെ കാലഘട്ടം മുമ്പ് അത് പാട്ടുപാടുന്ന പെണ്ണിൽ തുടങ്ങി പിന്നീട് വയസ്സുള്ളവർക്കായി ഇപ്പൊ ഏറ്റവും അടുത്തത് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഈ അടുത്ത കാലത്ത് നടന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള ഒരു റിയാലിറ്റി ഷോയാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. അങ്ങനെയല്ലേ അല്ല കുട്ടികളെ? നിങ്ങൾ അതുപോലെ നോക്കാത്ത മുത്തക്കീങ്ങളാണ്. ഇപ്പൊ നിങ്ങളോട് വള പറഞ്ഞതിന് അവർക്കതൊന്നും അറിയില്ല. സാധുക്കൾ ഞാൻ അറിഞ്ഞോണ്ടാ പറയാ. കാരണം അതിന്റെ പേരിൽ കുറെ കൂരമ്പുകൾ കിട്ടിയ ആളാ ഞാൻ. അതുകൊണ്ടാ പറയാ. മെയ്ഡ് ഫോർ ഈച്ച് അതർ അതിനകത്ത് 1 സമ്മാനം വാങ്ങിച്ചത് ഈ പ്രാവശ്യം നമ്മുടെ സമുദായത്തിന്റെ കപ്പിൾസ്. ഞാൻ അതിനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിലാണ് അതിൽ സമ്മാനം കിട്ടിയ ആളുടെ പിതാവ് എനിക്കെതിരെ ഫേസ്ബുക്കിൽ ആരോപണം ഉന്നയിച്ചു. അയാളെ നാട്ടുകാരനാണ്. ഫേസ്ബുക്കിൽ എനിക്കെതിരെ ഏറ്റവും വലിയൊരു ആരോപണം ഈ സമയത്തുണ്ടായത് കാഞ്ഞാറിൽ നടന്ന തബ്ലീഗ് ജമാഅത്തെ ഇസ്ലാമി വഹാബി കൂട്ടുകെട്ടടച്ച പ്രസംഗത്തിൽ സമസ്തയുടെ പ്രഭാഷകൻ കബീർ വാക്കവി പങ്കെടുത്തു. ഉമ്മാടെ ഉണ്ണാക്ക് അതായിരുന്നു ഫേസ്ബുക്കിലെ വാർത്ത. എന്താണെന്നറിയോ? എന്റെ നാട്ടിലിപ്പം ഞാൻ എന്റെ ജന്മനാടാണ്. ആ ജന്മനാടിൽ എല്ലാവരും ഒരുമിച്ച് നടത്തിയൊരു പ്രസംഗം. ആ പ്രസംഗത്തിൽ പങ്കെടുത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ദീനിന്റെ ഏറ്റവും വലിയ ഹോൾസെയിൽ വക്താവാണ് ഇദ്ദേഹം. അറിയാമല്ലോ നിങ്ങൾക്കത് ആരായിരിക്കുമെന്ന്. ചേളാരി പ്രഭാഷകൻ എന്നെ പ്രയോഗിച്ചപ്പോൾ തന്നെ മറുഭാഗത്ത് പറഞ്ഞ ആരാന്നറിയാലോ? അദ്ദേഹത്തിന്റെ മകൻ വലിയ ദീനിന്റെ ആളാണ്. ഈ പറഞ്ഞ ആളുകളെ മുഴുവൻ ദീനിൽ നിന്ന് പുറത്താക്കുന്ന ആളാണ്. സ്വന്തം മകളുമായി റിയാലിറ്റി ഷോയിലും മലേഷ്യയിൽ തുണി ഉരിഞ്ഞിട്ടാടി അതിൽ നിന്ന് കിട്ടിയ 40 ലക്ഷത്തിന്റെ ഫ്ളാറ്റിൽ പോയി ഉളുപ്പില്ലാതെ കിടന്നിറങ്ങിയ ആ പ്രവർത്തകനോട് ഞാൻ പറഞ്ഞു ഇത് അപമാനമാണെന്ന് അതിനെതിരെ പ്രസംഗിച്ചപ്പോ അതിന്റെ കലയെത്തിയത് ഫേസ്ബുക്കിലാണ്. ഞാൻ പറയാൻ ഇനി 1000 വട്ടം അവരുടെ മുറ്റത്ത് കണ്ടിട്ട് ഞാനത് വിളിച്ചു പറയും. എന്നെ സംബന്ധിച്ചത് ഇതൊരു പ്രശ്നമേ അല്ല. കാരണം എന്നെ നട്ടെല്ല് വാടപ്പിണ്ടിയല്ല, എന്നെ ബലമുള്ള എല്ല് വെച്ചിട്ടാണ് പ്രസംഗിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീൻ നിരോധിച്ച ഒരു കാര്യത്തിന് സമരസപ്പെട്ട് അത് ഹലാലാണെന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഈ സമൂഹത്തിന്റെ താല്പര്യമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പ്രബോധനം നടത്തുക? ആരുടേതാണെങ്കിലും പറയണ്ടേ? വലിയ ദീനി പ്രവർത്തകനാണെന്ന് പറഞ്ഞ് അയാൾ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് അയാൾ വലിയ ശൈഖുനാന്റെ ആളാന്ന് പറഞ്ഞിട്ട് നമുക്കത് പറയാതിരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ നമ്മൾ എന്തിനാ പറയാൻ വേണ്ടി ഇരിക്കുക? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. രാജാവ് അങ്ങനെയാണ് എന്ന് പറയാൻ ചരിത്രത്തിൽ ഒരാൾ വേണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായി നമ്മുടെ മുസ്ലിം സമൂഹത്തിന് ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നില്ലാത്ത അർബുദ രോഗമാണ് ഭാര്യ ഭർത്താക്കന്മാർ മുഴുവൻ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ സാഹസികമായ കലാപ്രകടനം നടത്തണം. മെയ്ഡ് ഫോർ ഈച്ച് അതറിന്റെ ഫൈനൽ മലേഷ്യയടക്കമുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ ആ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി നെയ്തടക്കത്തോടുകൂടി തങ്ങളുടെ ഉടുപ്പിന്റെ ഭാഗത്ത് കൊളുത്തുകൊളുത്തിയിട്ട് മുകളിലൂടെ റൈഡ് നടത്തുക. ആ സമയത്ത് നിന്നെ അള്ളാഹു അമാനത്തായി കേൾപ്പിച്ച ഒരു നിക്കാഹിലൂടെ പടച്ചറപ്പിനക്ക് സംരക്ഷണമേൽപ്പിച്ച അമാനത്തായി കേൾപ്പിച്ച ഭാര്യയെ അന്യപുരുഷനെ തൊടാനും തലോടാനും അവന്റെ കരസ്പർശനമേക്കാണ് കടത്തിവിട്ടിട്ട് 40 ലക്ഷത്തിന് വേണ്ടി അമാനത്തായ ഭാര്യയുടെ ശരീരത്തിൽ പരപുരുഷൻ സ്പർശിച്ചാൽ ഉളുപ്പില്ലാതെ നോക്കി നിൽക്കുന്ന എന്തിനു വേണ്ടിയാ? അമാനത്തായി കിട്ടിയ ഭാര്യയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അന്യപുരുഷൻ സ്പർശിക്കുമ്പോ അത് മുഴുവനും മറുഭാഗത്ത് നിർവികാരയോടെ നോക്കി നിൽക്കാൻ അതിനുവേണ്ടി മനസ്സിനെ പ്രേരിപ്പിച്ചത് രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ നിൽക്കുമ്പോ കൊച്ചി നഗരത്തിന്റെ കൊച്ചിക്കാരിന്റെ മറുഭാഗത്ത് വലിച്ചു പോകുന്ന ചീനവലകളും ആ ചീനവലകളുടെ മുകളിലൂടെ നടന്നു പോകുന്ന കടൽ പക്ഷികളും ആ കടൽ പക്ഷികളുടെ മർമ്മരസത്വം കേട്ട് പ്രഭാതം പൊട്ടുണരുമ്പോ അടിക്കടൽ എന്റെ റാണി എന്നറിയുന്ന കൊച്ചി നഗരത്തിന്റെ മാദക സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന 40 ലക്ഷത്തിന്റെ ഒരു ഫ്ലാറ്റിന് വേണ്ടിയാ തന്റെ ഭാര്യയെ മറ്റൊരുത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്നതെങ്കിൽ അള്ളാഹു പറയുകയാ, അള്ളാഹുവിന്റെ സമാനത്തായി തന്ന ഭാര്യയുടെ കാര്യത്തിൽ പടച്ചറപ്പിനെ പേടിക്കുകയും നാളെ പരലോകരാഗത്തിന്റെ വിചാരണയെ പേടിക്കുകയും ചെയ്താൽ അള്ളാഹു നൽകുന്നവരെന്നൊരു ജന്നാത്ത് അതിന് ഏതൻ തോട്ടമാ. എന്താ ഏതൻ തോട്ടമെന്നറിയോ? കൊച്ചുകാരിന്റെ ഫ്ലാറ്റ് പോലെയല്ല, ഡൽഹി നഗരത്തിന്റെ പാന്ത് ഡൽഹി നഗരത്തില് വില്ല പോലെയല്ല,
ചുമേരയിലെ സ്വർണ്ണ കൊട്ടാരം പോലെയല്ല. പറയുകയാ എന്താ ജന്നാത്തു അതിനെന്നറിയുമോ? വഅല്ലാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിനെ തജ്രീ മിൻ തഹ്തിൽ അൻഹാർ വമസാകിന തയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ. പച്ചപ്പരവതാനി വിളിച്ച പൂമേടുകളുടെ താഴ്ഭാഗത്തുകൂടി സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലിശ് പോലെ തടം തെളിയാത്ത പടഞ്ഞെടുക്കുന്ന ജലവിധാനങ്ങളുടെ മർമ്മര ശബ്ദവും ആ മർമ്മര ശബ്ദത്തിന്റെ മറുഭാഗത്ത് ഒറ്റമുറ്റിനാലുള്ള മാളികയുടെ സ്ഥാപിക്കപ്പെട്ട ഒരു സുന്ദരമായ ഭവനം നിനക്ക് ഞാൻ ബാക്കി വെച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, എന്റെ ഭാര്യയെ മറ്റൊരുത്തിന് മുമ്പിലേക്ക് കടച്ചു കെട്ടിട്ട് വാങ്ങിക്കുന്ന ഫ്ളാറ്റുകളല്ല. നാളെ 6 മണിൽ നിന്ന് പുനർജന്മങ്ങൾക്ക് അല്ലാഹുവിന്റെ പരലോകത്ത് പോയി നിൽക്കുമ്പോ അവിടെ നിനക്ക് ഞാനൊരു വീട് സ്ഥാപിച്ചിട്ടുണ്ട്. ആ വീട് നിൽക്കുന്നത് ഏതൻ തോട്ടത്തിലാണ്. ആ ഏതൻ തോട്ടത്തിലൂടെ കടന്നു പോകുന്നതാരെന്നറിയോ? ആ ഏതൻ തോട്ടത്തില് വീട്ടിലേക്ക് കടക്കുന്നതാരാ? സ്വർഗത്തിലെ കുടുംബം എന്നെ ശീർഷകത്തിന്റെ പ്രഭാഷണം ഞാൻ ഇവിടെ തുടങ്ങട്ടെ. ഏതൻ തോട്ടത്തിലൂടെ കടന്നു പോകുന്നവരാരാ? അല്ലാഹു പറയുകയാണ്, നിന്റെ സാലിഹീങ്ങളായ മാതാപിതാക്കൾ, നിന്റെ സാലിഹീങ്ങളായ മാതാപിതാക്കൾ, വാസുവാദിക്കും നിന്റെ ഭാര്യമാര്, വധുനിയാത്തിയും നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളും ഈ കടുവാപ്പള്ളിയിലെ കൊച്ചുകൊച്ചിൽ നമ്മൾ ആരൊക്കെയായി താമസിച്ചിരുന്നുവോ? നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ, നമ്മുടെ ഭാര്യമാരുടെ കൂടെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ നാളെ ഏതൻ തോട്ടത്തിന്റെ സുവർണ്ണ ഭവനത്തിൽ നിന്നെ ഞാൻ ഒരുമിച്ച് കൂട്ടുമെന്ന് അല്ലാഹുവേ, 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 നിങ്ങൾക്ക് മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നാളെ സ്വർഗത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഒന്നും ഭയപ്പെടാനില്ലല്ലോ. സ്വർഗമാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഈ ദുനിയാവിൽ നമ്മുടെ കുടുംബം പോറ്റണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്ര വിയർപ്പുള്ളികളെ താഴോട്ടിടുകണം. പക്ഷേ സ്വർഗത്തിന്റെ വീട്ടിലെങ്ങാനും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയാൽ പിന്നെ നമ്മുടെ ശരീരം വേർക്കണ്ടല്ലോ. തിളക്കണ്ട പൂത്തണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ഒരു ചുഴി വേർപ്പിനോട് ശരീരത്തിൽ നിന്ന് ഇട്ടാൽ ആ സ്വർഗത്തിൽ താമസിക്കാൻ കഴിയുമെങ്കിൽ അല്ലാഹുവേ, അല്ലാഹുവേ, ആ സ്വർഗത്തിന്റെ പ്രവേശനം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. തീർന്നില്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, തീർന്നില്ല. ആ സ്വർഗത്തിന്റെ സന്നദ്ധത്തിൽ നമ്മുടെ മാതാപിതാക്കളോടൊത്ത്, നമ്മുടെ ഭാര്യമാരോടൊത്ത്, നമ്മുടെ മക്കളോടൊത്തിരിക്കുമ്പോ നമ്മളെ സന്ദർശിക്കാൻ വരുന്നതാരെന്നറിയുമോ? വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ആ വീടിന്റെ എല്ലാ വാതിലുകളിലൂടെ അല്ലാഹുവിന്റെ മലക്കുകളെ കടന്നു വന്നിട്ട് ആ മലക്കുകൾ പറയുമത്രേ, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൽ റഅദിൽ കാണാം. അല്ലാഹു പറയുകയാ, ആ മലക്കുകൾ വന്നിട്ട് പറയുമത്രേ, സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളോട് സലാം പറയുമെന്ന്. തീർന്നിട്ടില്ല. അതാ വഇന്നലി മുത്തഖീന ഹുസ്ന മആബ് ജന്നാത്തു അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ് മുത്തഖീന ഫീഹാ യദൂന ഫീഹാ ബിഫാത്തിഹത്തിൻ കസീറത്തുൻ വശറാബ്. ആ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിൽ നിനക്ക് കഴിക്കാൻ പഴമെടുത്തു വരുന്നുണ്ട്. നിനക്ക് കൊടുക്കാനുള്ള പാനീയങ്ങളുമായി സേവകർ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. കൊടുക്കുന്ന ജലമേ ചറ്റിടുന്ന കാപൂറ, കലരാത്ത തേനൊലിക്കുന്നതാണ് അനഹാറ. നല്ല
പഴവർഗ്ഗങ്ങൾ. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. നല്ല പഴവർഗ്ഗങ്ങളും കഴിച്ച് ആ സ്വർഗത്തിൽ ഏദൻ തോട്ടത്തിലെ ഒരു സുന്ദരമായ വീട്ടിൽ മസാക്കിന തയ്യിബ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം വില്ലയാണ് കിട്ടുന്നതെന്നാണ്, ഫ്ലാറ്റല്ല. കാരണം മസാക്കിന തയ്യിബ എന്നതിന്റെ അർത്ഥം എന്താ? സുന്ദരമായ മസ്കൻ എന്ന് പറഞ്ഞ ഫ്ലാറ്റല്ല, മസാക്കിന തയ്യിബ അത് വില്ലയാണ്. എന്തുകൊണ്ട് അല്ലാഹു സ്വർഗത്തിൽ ഒരു സമ്മാനം തന്നാൽ ആ സമ്മാനത്തിൽ വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ബുദ്ധിമുട്ടും പാടില്ല. അത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നാൻ പാടില്ല. ആ സ്വർഗത്തിൽ നമ്മൾ എന്നും വസിക്കുന്നവരാണ്. സ്വർഗത്തിൽ ഒരു അനുഗ്രഹം കിട്ടിയാൽ പിന്നെ അതിനൊരു പരാതി പാടില്ല. ഫ്ലാറ്റ് ആണെങ്കിൽ എന്ത് പറയും? കാരണം എന്താ? സ്വർഗത്തിൽ ഒന്നും മനുഷ്യർ ഉപദ്രവമുണ്ടാക്കാൻ പാടില്ല. ഹബീബായ മുത്തുനബി ആയത്തോട് കൊടുത്തു, നല്ല ഇലന്നവനെന്നാളെ സ്വർഗത്തിലുണ്ട്. അപ്പോഴാണ് ഖുറൈശികൾ ചോദിച്ചത്, ഏ മുഹമ്മദേ, ഇലന്റെ മരത്തിന് മുള്ളുണ്ടല്ലോ, അതിൽ ജന്നത്തു ശജറത്തുന് തോരി സ്വാഹിബഹ. ആ സ്വർഗത്തിലെ ഇലന്റെ മരത്തിന് മുള്ളുണ്ടെങ്കിൽ സ്വർഗവാസികൾ നടന്നു പോകുമ്പോ അവരുടെ വസ്ത്രമാ മുള്ളിനോടൊപ്പമല്ലോ മുഹമ്മദേ. അപ്പോഴാണ് മുത്തുനബി ചോദിച്ചത്, ആ സമയത്തും ഖൗലല്ലാഹി തആല മുള്ളില്ലാത്ത ഇലന്റെ മരം എന്നല്ലേ എന്റെ റബ്ബ് പറഞ്ഞു തന്നത്. സിദറെന്ന് മാത്രമല്ലല്ലോ, മുള്ളില്ലാത്ത ഇലന്ത മരം. അപ്പൊ സ്വർഗത്തിലെ മരത്തിന് മുള്ളു പോലും ഇല്ല എന്നാണ്. അപ്പൊ ഫ്ളാറ്റല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഫ്ളാറ്റായ 10ാമത്തെ നില താമസിക്കുന്ന ആള് വേസ്റ്റ് കീഴ്പോട്ടിട്ടാൽ താഴെ ഇരിക്കുന്നവൻ പറയും വേണ്ടാറുന്നു. ഇനി 10ാമത്തെ നിലയിൽ താമസിക്കണം ഒരാൾക്ക് അത്യാവശ്യത്തിന് താഴേക്ക് വരണമെങ്കിൽ കാത്തു നിൽക്കണം. സ്വർഗത്തിൽ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് മസാക്കിന തയ്യിബ എന്ന് പറഞ്ഞാൽ അവനോൻ ഓരോ വീടാണ്. മസാക്കിന തയ്യിബ കൊച്ചിക്കായലിന്റെ ഫ്ലാറ്റല്ല, പച്ചപ്പരവനാന് വിരിച്ച പുൽവീടുകളുടെ മറുഭാഗത്ത് കടന്തല്ലിയാത്തൊടുക്കുന്ന അരുവികളോട് കിന്നരം പറഞ്ഞ് ഇലകൾ താഴോട്ട് കുണിഞ്ഞു നിന്ന് പ്രണയത്തിന്റെ ആദ്യാക്ഷരം പറയുന്ന മർമ്മര ശബ്ദങ്ങൾ ചിറച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പോകുന്ന പ്രഭാതകളികൾ നിന്നെ പാട്ടുപാടി പ്രഭാത കിരണങ്ങളും നൽകുന്ന ഒരു സുന്ദരമായ രാത്രിയും ഒരു സുന്ദരമായ വീടും നിനക്ക് ഞാൻ തരാം. പക്ഷേ ആർക്കാണ് ഇത് കൊടുക്കുന്നത്? അല്ലാഹു പറയുകയാണ്, വമൻ സനക മിൻ ആബായിഹിം, സാലിഹീങ്ങളായ മാതാപിതാക്കൾ, വഅസ്വാദിഹിം ഭാര്യമാർ, വദുരിയാതിഹിം, സാലിഹീങ്ങളായ മക്കൾ. അതാണല്ലോ കുടുംബം എന്ന് പറഞ്ഞാൽ വാപ്പ, മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ. അതാണ് സ്വർഗത്തിലെ കുടുംബം. ഞാൻ ഈ പറഞ്ഞത് സൂറത്തുൽ റഅദിന്റെ ആയത്താണ്. അല്ലാഹു നമ്മളെ ആ സ്വർഗത്തിൽ എത്തിക്കട്ടെ.